കർക്കിടക മാസമായി കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങയില കൊണ്ടുള്ള വിഭവങ്ങളോ കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ വീട്ടിലും പരിസരത്തും നമ്മൾ വച്ചിരിക്കുന്ന മുരിങ്ങയിലേക്ക് ഭൂമിയിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലും ചുറ്റുമുള്ള ഭൂമിയിലെ വിഷപദാർത്ഥങ്ങൾ വലിച്ചെടുക്കപ്പെടുമെന്നും കർക്കിടക സമയമാകുമ്പോൾ ഇവ ഇലയിലേക്ക് എത്തി സൂക്ഷിക്കുമെന്നും ഇവ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇവ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിലേക്ക് ചെന്നെത്തിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇത് വെറുതെയാണ്. നിങ്ങൾക്ക് കർക്കിടക സീസണിൽ മുരിങ്ങയില കഴിക്കാം. മുരിങ്ങയില നിങ്ങൾ ഏതൊരു സമയത്തും കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമല്ല. പലർക്കും ഈ മുരിങ്ങയില കഴിക്കുമ്പോൾ വയറിനകത്ത് അസിഡിറ്റിയോ അല്ലെങ്കിൽ ദഹനക്കേടോ ഉണ്ടാകുന്നതിന് കാരണം മുരിങ്ങയിലക്കകത്തുള്ള വളരെ ഹാർഡായിട്ടുള്ള ഫൈബറിനെ നമ്മുടെ പലരുടെയും ശരീരത്തിൽ ദഹിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇത്തരക്കാർക്ക് പലപ്പോഴും ഈ മുരിങ്ങയില നമ്മൾ തണുത്തിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിനകത്ത് ഉരുണ്ട കയറ്റവും ഗ്യാസും കീഴ്വായു ശല്യവും ലൂസ് മോഷനും എല്ലാം ഉണ്ടാകും. അത് മുരിങ്ങയിലയിലെ ഫൈബർ അലർജി ആയിട്ടുള്ളവർക്ക് മാത്രമാണ്. ഈ കാറ്റഗറിയിലല്ലാത്ത വേറെ ഏതൊരാൾക്കും മുരിങ്ങയില യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കില്ല. അതുകൊണ്ട് ധൈര്യം